നമസ്കാരം ആലിസെ, സുഖമായിരിക്കുന്നു? കണ്ടപ്പോഴൊരുപാട് ഒരുപാട് ഓർമ്മകൾ എന്നെ പുറകോട്ട് പോകുന്നു. എന്തായാലും ഈ ഒരു പ്രത്യേക സ്പെഷ്യൽ എപ്പിസോഡിൽ ആലിസ് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പണ്ട് ഒരു എപ്പിസോഡിൽ പറഞ്ഞ ലളിതാ സഹസ്രനാമം, കാരണം എല്ലാ കുട്ടികളും ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം എന്നെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ നിന്ന് വിളിച്ചു. ലളിതാ സഹസ്രനാമത്തെ കുറിച്ച് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ പ്രഭാഷണം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരെണ്ണം കഴിഞ്ഞു. ഇനി അടുത്തൊരു സ്ഥലത്ത് തന്നെ വിളിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണറും ചിദാനന്ദപുരി സ്വാമികളൊക്കെ വരുന്നൊരു സ്റ്റേജാണ്. അപ്പം അവിടെ 1.5 മണിക്കൂർ സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ ഈ സ്പെഷ്യൽ എപ്പിസോഡിൽ ആലീസ് ഏത് പാട്ടാണ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് പാടുന്നത്? ഞാൻ ക്രിസ്മസ് എപ്പിസോഡിന് വേണ്ടി പാടുന്നത് വെളിച്ചമേ നയിച്ചാലും എന്ന ഗാനമാണ്. വെളിച്ചമേ നയിച്ചാലും ജാനകിയമ്മ പാടിയ സൂപ്പർ സോങ്. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഗംഭീരം. ഇത് ആക്ച്വലി ഫിലിം സോങ് ആണോ അതോ? ഫിലിം സോങ്. അത് വിദ്യാർത്ഥികളെ ഇതിലെ അതിൽ MBS ചെയ്ത പാട്ടാണ്. MBS സാറിന്റെ പാട്ട് സംതിങ് ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കാരണം വളരെ വ്യത്യാസമാണ്, താളം വ്യത്യാസമാണ്, അതിന്റെ ഗതി, ആ പോകുന്ന പാട്ടിന്റെ ഗതി ഈസ് ഡിഫറെന്റ്. അങ്ങനെ ടോട്ടലി ഒരു ഡിഫറൻസ്. നന്നായിട്ട് പാടിയത്. കോറസ് ആൻഡ് ഓർക്കസ്ട്ര ഇടൂ. പിന്നെ ചേട്ടാ, എനിക്കൊരു കാര്യം പറയാനുള്ളത്, എന്നെ ഇന്ന് ഈ ഷോയിലോട്ട് വിളിച്ചതിന് എൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. കാരണം കുറേ നൊസ്റ്റാൾജിയ ഫീലിങ്സ് എനിക്കിങ്ങനെ വരുന്നു. കാരണം ഈ വാലിസേച്ചി അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ചാച്ചനും വെച്ച് ഞങ്ങളുടെ കോട്ടയത്ത് കഞ്ഞി, ചേച്ചി ഓർമ്മിക്കുന്നുണ്ടാവില്ല,
കഞ്ഞിക്കുഴിയിൽ കോട്ടയത്ത്, ഞാൻ കോട്ടയംകാരനാണ്, അപ്പോൾ കോട്ടയത്ത് കഞ്ഞിക്കുഴി ഒരു മൈതാനമുണ്ട് മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ. അവിടെ കൊല്ലം ആലീസിൻ്റെ ഗാനമേള എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും ഇങ്ങനെ പോകും. അപ്പം ചാച്ചനും അമ്മച്ചിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇവർ മറ്റേ ഈ പാട്ട് പാടും, ഈശ്വര സത്യം ശിവൻ സുന്ദരം പാടും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ കുഞ്ഞാട്, എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. ചേച്ചി ഇതങ്ങോട്ട് പാടി തുടങ്ങി, തിരമാല ഒഴുകുക എന്നൊക്കെ പറയുന്ന കയ്യടി എന്നൊക്കെ പറഞ്ഞില്ല കേട്ടോ, വണ്ടടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കലാകാരിക്ക് ഇത്രയും വലിയൊരു കയ്യടി കിട്ടുമല്ലോ എന്നൊക്കെ മനസ്സിലാക്കി തന്ന ഒരുപാട് പേരിൽ ഒരാളാണ് ആലീസ് ചേച്ചി. ഞാൻ സത്യം പറഞ്ഞ ഇവിടെ നിന്ന് ദൈവത്തിന് നന്ദി പറയണം, ഇത്ര അടുത്ത് നിന്ന് ചേച്ചിനെ ഇവിടെ നിന്ന് ഈ പാട്ട് കേൾക്കാൻ പറ്റില്ല. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി ദൈവത്തിനോട് പറയുന്ന ചേച്ചി ഉഖേരനായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും സന്തോഷം നിങ്ങളുടെയൊക്കെ നാവിൽ നിന്ന് ഇങ്ങനെയുള്ള വിലപ്പെട്ട വാക്കുകൾ കേൾക്കുന്നത് തന്നെയാണ് എനിക്ക് ഭയങ്കര സന്തോഷം. ഇപ്പോഴും നിങ്ങളുടെയൊക്കെ ഈ വാക്കുകളാണ് ഞാൻ ഈ ഫീൽഡിൽ ഇനിയും നിൽക്കാനുള്ള പ്രചോദനം. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ചെറിയ പ്രായത്തിൽ, ഞാൻ MG, ഞങ്ങൾ ശ്രീകുട്ടാന്നാണ് വിളിക്കുന്നത്. ശ്രീകുട്ടനായിട്ടൊക്കെ അവരുടെ വീട്ടിലെ ചോറും കറികളും ഒക്കെയാണ് അന്ന് കഴിച്ചിട്ടുള്ളതും. ഒരു സമയത്ത് ഈ ഗാനമേള എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരെയൊക്കെ കാണാനാണ് പോയി നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലീസ് ചേച്ചിയുടെ ഗാനമേള. ആലീസ് ചേച്ചിയുടെ ഗാനമേള നമ്മളൊരു ഗാങ്ങായിട്ട് എവിടെയുണ്ടോ ഇത്ര കിലോമീറ്റർ നമ്മളങ്ങ് പോവുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഏഞ്ചൽ വോയ്സിന് പറയണ ചാക്കോ ചേട്ടൻ എന്ന് പറഞ്ഞ ചാക്കോ, ഏഞ്ചൽ വോയ്സിലെ ചാക്കോ പറയാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആണ്, ആ പാട്ട് കേൾക്കാൻ വേണ്ടി പോയി നിൽക്കുക. അതുപോലെ തന്നെ ബ്ലൂ ഡയമണ്ട്സ് എന്ന് പറയുമ്പോൾ ഐസക് എന്ന് പറഞ്ഞൊരു സിംഗർ, ഐസക് ചേട്ടൻ, അതുപോലെ പന്തളം ബാലൻ ചേട്ടൻ. എൻ്റെ പൊന്നു, നിങ്ങളുടെയൊക്കെ ഒരു ഗാനമേള എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സൂപ്പർ സ്റ്റാർസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അത് അങ്ങനെയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി, ആ ഒരു കാലഘട്ടമൊക്കെ വീണ്ടും ഓർപ്പിച്ചതിലും അതിലും മനോഹരമായി ഇപ്പൊ പാടുന്നതിലും വലിയ ദൈവാനുഗ്രഹമാണ് കേട്ടോ.